മുൻപിരിക്കാം. അഭിനന്ദ പിതാവേ, ഒത്തിരി സന്തോഷമുണ്ട് ഇന്ന് പിതാവിൻ്റെ ഈ സാന്നിധ്യത്തിന്. ഈ തിരുനാൾ നടത്തുന്നതിന് ഏറെ നാൾ മുമ്പ് തന്നെ ആഗ്രഹിച്ച ഒരു പദ്ധതിയുടെ ഉദ്ഘാടനത്തിനാണ് പിതാവ് ഇന്ന് വന്നിരിക്കുന്നത്. ഈ ഇടവകയിൽപ്പെട്ട ജോർജ് എന്ന സഹോദരന് വേണ്ടി, ഞങ്ങൾ ക്യാൻസർ രോഗിയായ സഹോദരന് വേണ്ടി ആരംഭിച്ച ഒരു ചികിത്സാ പദ്ധതിയിൽ നിന്നുമാണ് ഞങ്ങൾ ഇന്ന് നടത്തുന്ന ഈ പദ്ധതിയുടെ തുടക്കം. ഈ ഇടവകയുടെ വഴികളിലൂടെ കടന്നുപോയപ്പോൾ കണ്ടെത്തിയ അനേകം പാവപ്പെട്ട മനുഷ്യരെ കണ്ടപ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ നിന്നുമാണ് ഒരു പെൻഷൻ പദ്ധതി മനസ്സിൽ രൂപം കൊണ്ടത്. അതിന് ഇടവകയിലെ 100% ജനങ്ങളും അതിനായി സഹകരിച്ചു എന്നുള്ളത് ഒത്തിരി സന്തോഷം നൽകുന്ന കാര്യമാണ്. പ്രത്യേകിച്ചും ഇവിടുത്തെ കുറേയേറെ യുവാക്കളും യുവതികളും ആത്മാർത്ഥമായി ക്രിസ്മസിനോടനുബന്ധിച്ച് ഒരു വലിയ ഫുഡ് ഫെസ്റ്റ് നടത്തി ഒരു വലിയ തുക സമാഹരിക്കാനിടയായി. ഇതാരംഭിച്ചപ്പോൾ ആദ്യം തെളിഞ്ഞു വന്ന മുഖം നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റീഫൻ തോമസ് അച്ഛൻ്റെതാണ്. അച്ഛൻ നാമധേയത്തിലായതുകൊണ്ട് ഈ പെൻഷൻ പദ്ധതി ഞങ്ങൾ ആരംഭിക്കുന്നത്. ആദ്യമായിട്ട് 12 പേർക്കാണ് ഇന്ന് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത്. മാത്രമല്ല, എല്ലാ വർഷവും ഒരു ഭവനം നിർമ്മിക്കുക എന്ന ആഗ്രഹത്തോടുകൂടി ഈ വർഷം ഭവന പദ്ധതിയും ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇത് രണ്ടും ചെയ്യുന്നതിനായിട്ടാണ് പിതാവ് എന്നോട് വന്നിട്ടുള്ളത്. സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, മത്സരങ്ങളെ, ആലപ്പുഴയിലേക്ക് വരുമ്പോൾ തന്നെ വളരെ സന്തോഷമാണ് ഇപ്പോൾ തോന്നുന്നത്. ദൈവാലയം ഇത്രമാത്രം മനോഹരമായി ഒതുക്കി പണിയുന്നതിന് നിങ്ങൾ ഓരോരുത്തരുമാണ് ആത്മാർത്ഥമായി സഹകരിച്ചത്. അതുകൊണ്ട് തന്നെ മറ്റൊരിടവകയിലും ഇല്ലാത്ത ഒരു സത്പേര് നിങ്ങൾക്കുണ്ട്. കാരണം ഇത്രയും തുക ഒരിക്കലും പിരിച്ചെടുത്ത് ദൈവാലയം പുനരുദ്ധരിക്കുവാൻ കഴിയുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. ഇവിടെ വരുമ്പോൾ എപ്പോഴും ബഹുമാനപ്പെട്ട സദ്വച്ചനെയും ഈ പരിപാടി വിജയിപ്പിച്ച നിങ്ങളെ ഓരോരുത്തരെയുമാണ് നന്ദിപൂർവ്വം സ്മരിക്കുന്നത്. ബഹുമാനപ്പെട്ട അച്ഛനോട് സൂചിപ്പിച്ചു എന്താണ് നിങ്ങൾ ചെയ്യുന്ന മറ്റ് നല്ല പ്രവർത്തികൾ. നമ്മളെപ്പോഴും ഓർമ്മിക്കേണ്ടത്, നമ്മൾ ചെയ്യുന്ന ചെറിയ സഹായം എപ്പോഴും കർത്താവ് 100 ഇരട്ടിയായി തിരിച്ചു നൽകും. അതാണ് കർത്താവിൻ്റെ വാഗ്ദാനം. നമ്മൾ ചെയ്യുന്ന ഒരു ഏറ്റവും ചെറിയ